വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ കുറെ നാൾക്ക് ശേഷം നമ്മൾ ഔട്ടിങ്ങിന് പോകണേണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റിയാൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുറകിൽ വാവ ഓടി നടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് വാവ കരയുന്നതിന് മുമ്പ് വേഗം തിരിച്ചെത്തണം. അപ്പൊ ഇതെന്റെ ബ്രദറാണ്. ബ്രദറിന്റെ കൂടെയാണ് നമ്മള് പുറത്തു പോണത്. പരിപാടി തുടങ്ങുകയാണ്. വേഗം പോവാട്ടാ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തേ ഉള്ളൂ വീടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ആക്ച്വലി ഞങ്ങൾ കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും എടുക്കാനായിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു ഷോപ്പിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശം, ഇവിടെ അടുത്തുള്ള പ്ലേസിലെവിടെയെങ്കിലും പോകാനാണ് ഉദ്ദേശം. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് എവിടെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ റൈഡ് തുടങ്ങി. ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലമാണ് ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ഹാർബർ പാലം അല്ലെങ്കിൽ ഇരുമ്പ് പാലം എന്നറിയപ്പെടുന്ന പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ തുടങ്ങിയ ടൈം തൊട്ട് ഞങ്ങൾ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മന്നിപ്പോൾ 2 പേർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഹാർബർ പാലം കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതുവഴി പോകാമെന്ന് വിചാരിച്ച് ആ വഴി തന്നെ ചൂസ് ചെയ്യാണ്. എന്ത് ഭംഗിയല്ലേ ഈ ഒരു പാലം ഇങ്ങനെ നിൽക്കണതാണ്. അപ്പം ഞങ്ങൾ അതും പറഞ്ഞിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാലാണെന്നൊക്കെ പറഞ്ഞ് തന്നെ പോകണം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇരുമ്പ് പാലം ഇറങ്ങിക്കഴിയാണ്. അപ്പോൾ അതിൻ്റെ താഴെന്ന് പറഞ്ഞാൽ നല്ല കാട് പിടിച്ച് കിടക്കുകയുണ്ടാവും. നല്ല ഗ്രീനറിയാണ് നമുക്കവിടെ കാണാൻ കിട്ടുന്നത്. വെള്ളത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല കാടും പടലയൊക്കെ കേട്ടോ. നല്ല ഭംഗിയാണ് കാണുന്നത്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗി ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അല്ലാതെ എപ്പോഴും പോകുമ്പോഴത്തേക്കും ഒട്ടും നമുക്ക് തോന്നാറില്ല എന്താണ് അത്ര പ്രത്യേകിച്ച് ഭംഗിയൊന്നും തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചാട്ടോ ഈ റൈഡ് പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാത്തുരുത്തിയുടെ സൈഡിൽ കൂടിയാണ്. വാത്തുരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തമിഴ്നാട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ നേവൽ ബേസിൻ്റെ സൈഡിലുള്ള വഴിയാണ്. നമ്മുടെ പഴയ എയറോഡ്രാം, കൊച്ചി എയറോഡ്രാമിൻ്റെ സൈഡിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു റെയിൽവേ ക്രോസ് ഉണ്ട്. അത് പാസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. തേവര പാസ് ചെയ്ത് ഇപ്പം നമ്മൾ ഏകദേശം കൊച്ചിൻ ഷിപ്പ് യാർഡും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ സൈഡിൽ കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറേ കച്ചവടക്കാരൊക്കെ അവിടെ ഓരോരോ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഇരിപ്പുണ്ട്. നമ്മളതൊക്കെ നോക്കി കൊച്ചിൻ ഷിപ്പ് യാർഡ് എത്തി. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഫസ്റ്റ് പോർഷനാണ് ഈ കാണുന്നത്. ഇനി ബാക്കിയുള്ളത് അപ്പുറത്തെ സൈഡിലായിട്ടാണ് കാണുന്നത്. ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് MG റോഡിലാണ്. MG റോഡിൻ്റെ തുടക്കമാണ് കാണുന്നത്. സൈഡിൽ കണ്ടില്ലേ നമ്മുടെ മെട്രോയുടെ പില്ലറൊക്കെ സൈഡിൽ നല്ല ഭംഗിക്ക് കാണാം. ഈ വരുന്നത് മെട്രോ സ്റ്റേഷനാണ്. കണ്ടില്ലേ, ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ എത്താറായി. നമ്മുടെ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ മെട്രോ സ്റ്റേഷനോട് ടാറ്റായും പറഞ്ഞുകൊണ്ട് നമ്മളിതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച ഷോപ്പുകളൊന്നും നമുക്ക് പറ്റിയതൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നട്ടപ്പുറ വെയിലാണ്. നമ്മളിപ്പോൾ എടപ്പള്ളി വരെ എത്തിക്കഴിഞ്ഞു. നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പണ്ടത്തെ പോലെ വലിയ ബ്ലോക്കൊന്നും ഇല്ലെങ്കിലും ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മൾ എത്താറായി. ഇപ്പോൾ ഈ വരുന്നതാണ് എടപ്പള്ളി പള്ളി. എടപ്പള്ളി പള്ളിയിലോട്ട് വരുന്നത് വേറൊരു ദിവസം കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഈ എടപ്പള്ളി പള്ളി ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടോ. നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തതാണ് നമുക്ക് ലുലുവിലൊന്ന് കയറാമെന്ന്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ ലുലുവിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. നോക്കാം എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ലുലുവിൻ്റെ അവിടുത്തെ എടപ്പള്ളിയിലുള്ള ഫ്ലൈ ഓവറിലാണ്. രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫ്ലൈ ഓവർ വഴി കയറിയെങ്കിലും പിന്നീട് തിരിച്ച് അപ്പുറത്തെ കൂടി ഇറങ്ങി വന്ന് ലുലുവിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എൻട്രൻസിൽ കൂടിയാണ് ഞങ്ങൾ കയറിയത്. അതായത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ആ പാലത്തിൻ്റെ താഴെ കൂടെ കാണിക്കുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ഓപ്പണിംഗ് വഴിയാണ് ഞങ്ങൾ കയറിയത്. ഫ്രണ്ടിൽ കൂടി പോയിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് വരേണ്ടി വന്നു. വേറെ നിങ്ങളുടെ അവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അകത്തേക്ക് കയറാൻ നമുക്ക് കുറച്ച് സൗകര്യം പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് കയറി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയില്ല. വന്നിട്ട് തിരിച്ച് പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ ഈ പാലം അപ്പുറത്ത് കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ലുലുവിൻ്റെ പാർക്കിങ്ങിൽ വന്നേക്കണേണ്. ഇനി നമുക്ക് അകത്ത് എന്നിട്ട് കാണാം കേട്ടോ. ഒറ്റ മനുഷ്യനില്ല. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് സെക്ഷനിൽ നോക്കിയപ്പോഴത്തേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എത്തിയിട്ടാണ്. വലിയ തിരക്കൊന്നുമില്ല, പണ്ടത്തെ പോലെയൊന്നും ഇല്ല തിരക്ക്. കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും സങ്കടം വന്നത്. കാരണം വെച്ചാൽ ലുലു എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ആൾക്കാരും തിരക്കൊക്കെയാണ്. ഇത് ഒരുമാതിരി ശ്മശാനം പോലെ ഒരൊറ്റ മനുഷ്യനില്ലാതെ നമുക്ക് ലുലു ആണെന്ന് പോലും തോന്നില്ല. ഏതോ ഒരു മിന്നി തിളങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിന്നോട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ അകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ലുലുവിൻ്റെ പുറത്തിറങ്ങി, അകത്തൊന്നും ഒറ്റ മനുഷ്യനും ഇല്ല. നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം. പക്ഷേ ലുലു പോയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോയത്. അവിടെ നമ്മളെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു മോണിറ്ററിൽ ഇങ്ങനെ നമ്മുടെ ദേഹത്ത് വൈറസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അകത്ത് വിടുന്നത്. ഹൈപ്പർ മാർക്കറ്റിലായാലും നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാൻ. നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ വീട്ടിലേക്കുള്ള സാധനങ്ങളും കുറച്ച് പാത്രങ്ങളൊക്കെയാണ് വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഞങ്ങളുടെ കയ്യിലും സാനിറ്റൈസറും ഗ്ലൗസും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ തിരിച്ച് എത്തുകയാണ്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയോ വഴിതെറ്റി വന്നതാട്ടോ ഈ ഒരു വഴിക്കകത്തോട്ട്. എങ്ങനെ എത്തിയെന്നറിയാൻ പാടില്ല. ഇത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള നമ്മുടെ മാർക്കറ്റില്ലേ, മാർക്കറ്റിലാണ് വന്നേക്കണത്. ആരുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കും നമ്മൾ അടുത്ത് വർത്തമാനം പറയാനോ അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടില്ല. പൈസയൊക്കെ ആണെങ്കിലും നമ്മൾ ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തൊക്കെ. ഇപ്പം നമ്മൾ തിരിച്ചെത്തി. നമ്മൾ വീണ്ടും പാത്രത്തിനടുത്തേക്കും നല്ല അടിപൊളി സൺസെറ്റ്. നേരെ ഇത്രയും വൈകുന്നോട്ടും പ്രദേശമൊന്നുമില്ല. കൊച്ചാടെ കരച്ചിലുകളൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തേക്കണെന്നുള്ളതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വേറൊരു വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാനത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല. ഇത് നമ്മുടെ പുതിയ പാലമാണ്. നമ്മുടെ തോപ്പുംപടി പുതിയ പാലമാണ്, BOT പാലം. അപ്പോൾ അവിടെ എത്തിയപ്പോഴും നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയാലേ ഇത് കാണാൻ. സാധാരണ നമ്മൾ സൺസെറ്റ് കാണാനൊക്കെ പൈസ കൊടുത്ത് വല്ലയിടത്തൊക്കെ പോയി, അല്ലെങ്കിൽ കന്യാകുമാരിയിലോ അങ്ങനെയൊക്കെ പോയി കാണാം. നമ്മുടെ അടുത്തുള്ള സൺസെറ്റൊന്നും നമ്മൾ നോട്ട് ചെയ്യാറില്ല എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഞാനിത് ഇതുവരെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഞങ്ങളുടെ ഈ വ്ളോഗിൽ ഉണ്ടാവും. എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.